ഇന്ത്യ വേഴ്സസ് അയർലൻഡ് സെക്കൻഡ് T20 അങ്ങനെ ഇന്ത്യ തോറ്റുപോയി 1 റൺസിന്. അങ്ങനെ മൊത്തം സീരീസ് വൈറ്റ് വാഷായി. ആദ്യത്തെ കളിയിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ കളിയിൽ 2 ചേഞ്ചസാണ് കണ്ടത്. ഒന്ന് വാഷിങ്ടൺ സുന്ദറിനെയും പിന്നെ പ്രസിദ്ധ് കൃഷ്ണയെയും മാറ്റിയിട്ട് ഷെഡ്ജും പ്രിൻസ് യാദവുമായിട്ട് മാറിയായിരുന്നു. അത് നല്ലപോലെ എഫക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രിൻസ് യാദവ് ഏകദേശം 3 വിക്കറ്റ് എടുത്തു 4 ഓവറിൽ. അപ്പം നല്ല പെർഫോമൻസ് ആയിരുന്നു ഡെബ്യൂ ആയിരുന്നു. പക്ഷേ ഷെഡ്ജ് വന്നിട്ടും പുള്ളി ഒരു ഓൾറൗണ്ടറാണ്. അപ്പോൾ വന്നിട്ടും വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ലായിരുന്നു. പുള്ളിക്ക് അത്ര മികച്ചമായിട്ട് ബോൾ ചെയ്യാൻ പറ്റിയില്ല. മെയിൻലി ആദ്യത്തെ കളി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും പെർഫോം ചെയ്യാത്തത്. പിന്നെ ബാറ്റിങ്ങിൽ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് പെർഫോം ചെയ്ത് തിലക് വർമ്മ മാത്രമേ ഉള്ളൂ. അവന് 46 പന്തിൽ 55 റൺസ് എടുത്തു. ബാക്കിയെല്ലാം തന്നെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പറയാൻ പറ്റിയത് എന്ന് വെച്ചാൽ ലാസ്റ്റിൽ ഏകദേശം ജയത്തിന് അടിക്കും എന്നൊരു പ്രതീക്ഷ വന്നത് പിന്നെ ഹർഷിത് റാണ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ്. 10 ബോളിൽ 21 റൺസ് അടിച്ചു. പിന്നെ ജയിക്കും 1-2 ബോളൊക്കെ മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പം ജയിച്ചേനെ. പിന്നെ ലാസ്റ്റ് ഒരു ബോളിൽ പ്രിൻസ് യാദവ് ഒരു 6 കൂടെ അടിച്ചു. അതുകൊണ്ടാണ് സമനില എത്തിയത്. ആദ്യത്തെ കളി വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. എന്നിരുന്നാലും ബാറ്റിംഗ് വൻ പരാജയമായിരുന്നു. ബോളിംഗ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടു. പ്രസിദ്ധ് കൃഷ്ണ മാറി. പുള്ളിക്ക് ആദ്യത്തെ കളിയിൽ നല്ല അടി കിട്ടിയായിരുന്നു. പുള്ളി മാറിയിട്ട് പ്രിൻസ് യാദവ് വന്നപ്പോഴും നല്ല വ്യത്യാസം വന്നു. പിന്നെ അയർലൻഡിൽ നല്ലപോലെ ബോൾ ചെയ്തത് ജെയിൻ മോൺട്രയാണ്. നമ്മുടെ 2-3 മെയിൻ ബാറ്റ്സ്മാനെയാണ് ജെയിൻ മോൺട്ര ഔട്ടാക്കിയത്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ, അവരെല്ലാവരും തന്നെ ജെയിൻ മോൺട്ര ഔട്ട് ചെയ്തു. അപ്പം പുള്ളി നല്ലൊരു ബോളിങ്ങാണ് കാഴ്ചവെച്ചത്. പുള്ളിയാണ് ഈ സീരീസിലെ ശരിക്കും ഇവരുടെ മാച്ച് വിന്നറെന്ന് വേണേൽ പറയാം. പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോളണ്ട് നല്ലപോലെ ബോൾ ചെയ്തിട്ടുണ്ട്. 4 ഓവർ എറിഞ്ഞപ്പം 3 വിക്കറ്റ് പുള്ളി എടുത്തു. ഇനി ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പം ഇനി എന്താണ് ഇവർ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. കാരണം പരീക്ഷണങ്ങളെല്ലാം മാക്സിമം ചെയ്തു. ഇത്രയും ചെറിയ അയർലൻഡ് ടീമിനടുത്ത് പോലും ജയിക്കാൻ പറ്റില്ല. ഇനി ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം ഇനി എന്താ വലിയ മാറ്റം എല്ലാം വരുമോ ഇംഗ്ലണ്ട് ടൂറിൽ എന്ന് നോക്കാം. എന്തോ ആർക്കും ഒരു എന്താ പറയുക, അടുപ്പിച്ച് T20 ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയർലൻഡ് ഒരു ടീം പോലും നമ്മുടെ അടുത്തൊരു ടീമല്ല എന്നൊരു വിചാരിച്ചുകൊണ്ടായിരിക്കാം, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അവർ തോറ്റുപോയത്. അല്ലെങ്കിൽ ശരിക്കും നല്ലപോലെ ഹോംവർക്ക് ചെയ്ത് ഇറങ്ങേണ്ടതായിരുന്നു.